നമസ്കാരം. ബാധ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മരണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മനോമയ മണ്ഡലത്തെയാണ് ഇത് പിടികൂടുന്നത്. പിന്നീടാണിത് ശരീരത്തിലേക്ക് റിഫ്ലക്റ്റ് ആകുന്നത്. ധനഞ്ജയൻ എന്ന് പറയുന്ന ഒരു പ്രാണനാണ് അല്ലെങ്കിൽ പ്രേതം അല്ലെങ്കിൽ അതായിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ ഇമോഷണൽ വേസാണ്. മരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ, ദുരിതങ്ങൾ ഇതെല്ലാം ഇതിൽ കണക്റ്റ് ആകും ഈ ഒരു പ്രാണനിൽ. സൈക്കോളജിക്കൽ അപ്രോച്ചിനൊപ്പം തന്നെ തന്ത്രത്തിലുണ്ടാകുന്ന മന്ത്രങ്ങളും പൂജകളും ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ബാധ ബാധിച്ചിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ ഓക്കെ ആക്കാനും പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് അയാളെ റിലീഫാക്കാനും സഹായിക്കുന്നതാണ്. ഇത് പല മേഖലയിലാണ് നമുക്ക് ബാധിക്കുക. ശത്രുബാധ എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമുക്ക് ബാധയായിട്ട് വിട്ടത് അത് വലിയൊരു ബാധാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ല. കൂടോത്രം എന്ന് പറഞ്ഞ സാധനം അത് ബാധയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് നമുക്ക് ബാധിക്കുന്നതാണ്. അത് ബാധാദോഷമാണോ അല്ലെങ്കിൽ ഇത്തരം ദോഷം